डेड बॉडी हो। हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम आरती। तो दोस्तों, आज हम देखने वाले हैं उपम फिल्म को, जो कि 2016 में रिलीज़ हुई थी। इस फिल्म में लीड रोल में है मोहनलाल एंड समुथ्रिकनी। और दोस्तों, इस फिल्म को डायरेक्ट किया है प्रियदर्शन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच उपम। लेट्स वॉच। स्टोल होता क्या? ओनम होता तो अच्छा। കറുത്ത വിരലുകളെ അറുത്തുമാറ്റാൻ പോന്നൊരു മൂർച്ചയിലിരിക്കയാണ് ഈ ഞാൻ. कहाँ ले जा रहा है उसको? पानी में फेंक रहा क्या? मार दिया उसको शायद। वाह, कितनी खूबसूरत जगह है ना। ഘോരദുർഗം സമൂല സംഘാതം. അമ്മാവൻ ഇരിക്കുമ്പോ അത് പറയേണ്ടത് ഞാനല്ലല്ലോ. ഇവിടത്തെ കാരണവർ എന്റെ കീശയിലിടും. കാര്യം जैसे इसकी शादी हो रही है। ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് സ്വയം തീരുമാനിച്ച കാര്യം നോക്കൊന്ന് പറഞ്ഞു ഉറപ്പിക്കാന്നുള്ളതാണല്ലോ എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. മുഹൂർത്തം നോക്കിക്കോ. ये कौन है? ദിവസം डावरी देने के लिए बोल रहे तो गलत चीज है। വേണ്ട ഏട്ടന് കണ്ണ് अच्छा, दिखाई नहीं देता। तभी वो ऐसे एक ही जगह में दिखने लगा। अच्छा, ലക്ഷ്മി പറഞ്ഞതുപോലെ ലക്ഷ്മി അല്ലേ ഇവിടെ? मतलब ब्लाइंड है पूरे मूवी में। उनकी बहन होगी नहीं? इनकी बहन की शादी। ഞാൻ പറഞ്ഞോ ഇവനോട്, ആ ബാപ്പുട്ടിക്ക് വേണ്ടി ഈ വീടും എനിക്ക് നല്ലൊരു തുക ആയിട്ടുണ്ട്. ആദായോട്ട് ഇല്ല താനും. ഒന്നുകിൽ നീ ആ കാശ് ഇങ്ങോട്ട് തരിക, അല്ലെങ്കിൽ ഈ വീട് ജയരാമ, ചെറുക്കന്റെ ആൾക്കാര് പറയണതൊക്കെ കേട്ട് ചെറുതായിട്ടെങ്കിലും നടത്താനുള്ള വക നിന്റെ കയ്യിലുണ്ടാ? എന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് ഇത്തിരി ये कौन होगा? इसका भाई होगा? നിനക്ക് എപ്പോഴും ലക്ഷ്മിക്ക് 7 അമ്പലത്തിന്റെ തെടപ്പള്ളി കഴുകിയും കൊട്ടിയും വായിച്ചും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാ दूसरी का भाई है वो। മാത്ര വലിയമ്മായി വേണ്ട, അതൊക്കെ നീ മിണ്ടരുത്. വലിയമായി പഴംപുരാണം പറഞ്ഞ് നേരം കളയാതെ ഇരുട്ട് മുമ്പ് വീടെത്താൻ നോക്കും. പിന്നെ എല്ലാവർക്കും അവർ कैसा है इसका भाई? എന്നാ അവരോട് बिल्कुल समझदार नहीं है। അടുത്ത മാസം വർഗീസ് മാപ്പിള കൂട്ടും തൊഴിലായിട്ട് വരും. കൂടും കുടുംബം ഇല്ലാത്തതുകൊണ്ട് കടത്തിനേലും കിടക്കാം. ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പാപ്പുട്ടി ചതിക്കില്ല. കഴിഞ്ഞ മാസം കൂടി ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ച കുഞ്ഞാഞ്ഞ വല്ലതും കൊത്തിയോ? കൊച്ചു എളുപ്പം കാലത്തോട്ട് കുത്തിരിക്കാൻ തുടങ്ങിയതാ. अच्छा, वो खोल के पता लगाते हैं। वो घड़ी चलती नहीं है? हैं? चलती नहीं घड़ी? चलती है लेकिन वो टच करके वो देख नहीं सकते। टच करते हैं वो टाइम को। किसकी नीडल कहाँ पे? अच्छा अच्छा, इसलिए उसका वो खोटे थे ना। കാണിക്കുന്നു കേട്ടപ്പോ ഞാൻ തിരിച്ചു പോന്നു. എടോ കുറുപ്പേ, ഈ കളരി കഥകളി എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരമെങ്കിൽ ചവിട്ടും ചോടും കുഞ്ഞുനാളിലെ ഉറക്കണം. അല്ലാണ്ട് ഗുളിക പരുവത്തിലാക്കി കുറെ കിളവി മദാമ്മമാരെയും പഴയ നടികളെയും തച്ചുടിപ്പിച്ച് उसका मुंह कितना हुआ इतना सा। निकाल दी अपनी मछली। കാര്യാണല്ലേ? उसको सब पता है। स्मार्ट है लेकिन। നല്ല ആളാ. നിങ്ങൾ എവിടെയായിരുന്നു? अच्छा वो चाह रहा है कि इसको पता ना चले। और उसने देख लिया। ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്കല്ലേ കാണാൻ പറ്റാത്തത്. എനിക്കെന്താ കുഴപ്പം? എൻ്റെ 2000 റുപ്യ വായ്പ വാങ്ങിച്ചിട്ട് തിരക്കണ്ടേ? तो सारा सामान लेके जा रहे हैं। अच्छा, ऐसे डाउट हो रहा है। എങ്ങോട്ടാ ഗോപാലേട്ടാ? ചോറ്റാനിക്കരയ്ക്കാ. അതെ, കൊച്ചിയിലെത്താൻ കുറെ നേരം ആവില്ലേ?
നമുക്കൊരു പിടുത്തം പിടിച്ചാലോ? लोकेशन बहुत अच्छी रहती है साउथ की मूवी। വള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുട്ടുമ്മ പടപാണ്ടി താളം। ओह उनका बैग गिर गया। ये आदमी कौन होगा? तरुण भैया था वो कुछ। आपको चौथे मंजिल की बल्ब बदलने को कोई कहा बात है। नहीं, कल इलेक्ट्रिशियन भेजूंगा। कहाँ जा रही है तू? ट्यूशन। हाँ അതെ എത്ര കൊടുക്കാനുണ്ട് 10-26 രൂപയെങ്കിലും വേണം. ഓ ഇത്രേ ഉള്ളൂ ആൾക്കാര് ഇങ്ങോട്ട് വെച്ചാ പോരെ ഇതിനോ? എന്താ 26? ओह इतना सारा अमाउंट। ചവറ് അല്ലായിരുന്ന പണി. ചുമ്മാ അല്ല, ചൈനക്കാർ നമ്മുടെ സ്ഥലമൊക്കെ പിടിച്ചോണ്ട് വരും. ഇയാളെ പോലല്ലോ. അല്ല ഇത്രയും കായ് എവിടുന്ന് ഉണ്ടാക്കും? ഓളെ പോരേല് വല്ല പോലീസും പൊക്കാറൊക്കെ ആയില്ലേ? ഏ? ഓളെ പഴയ കെട്ടുമല്ലേ മജീദ്? ദേവേ. ആകെ താറാറായി. എന്നിട്ട് ഓളൊരാങ്ങാഴ്ചൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു ഇയാൾ പേരൊന്നുണ്ടോ? കാര്യം പറ. ഓൻ കൈ കെട്ടിയെടുത്ത് വീക്കി. ആണോ? എന്നിട്ട് മനസ്സിലത്തേക്ക് പോയിട്ടുണ്ട്. ഓനെ കിട്ടാത്തതുകൊണ്ട് പോലീസ് ദേവായനെ പിടിച്ചോണ്ടേ. പിന്നെ നമ്മൾ ജഡ്ജത്തെ ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഓളെ ഇവിടുന്ന് വിട്ടയച്ചത്. सब जानते हैं ना। कहते नहीं यार के അമ്മാവന്റെ ഉദ്ദേശം എന്താന്ന് ഞങ്ങൾക്ക് അറിയണം. ഉണ്ടല്ലോ മോളൊരുത്തി പുറത്തെറിഞ്ഞ ജസ്റ്റിസ് കൃഷ്ണമൂർത്തിയുടെ മാനം പറക്കും. നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അല്ലേ? बिल्कुल पसंद नहीं कैसे करता। देख रहे हो उसे? നീ വന്നോ? എന്താ ജയറാം അത്? इसी के बारे में बात कर रहे थे क्या? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയില്ലേ? इसी की बहन के बारे में बात कर रहे थे शायद ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഉണ്ണാൻ നേരെയാവുമ്പോ ഞാൻ വരാൻ നോക്കാം. ആ അതൊക്കെ ഞാൻ എടുത്ത് കഴിച്ചോളാം. നിനക്ക് ഇനിയും കുറെ ഫ്ലാറ്റ് കയറി ഇറങ്ങാനുള്ളതല്ലേ? ആളുകളെ ഈ മാസത്തെ പലവ്യഞ്ജനത്തിന്റെ ലിസ്റ്റ് തന്നാലേ ഞാൻ സന്ധ്യയ്ക്ക് മുമ്പ് വാങ്ങിച്ചോണ്ട് വരാം. 6 മണിക്ക് ശേഷം എന്നെ ലിഫ്റ്റ് കണ്ടില്ലെങ്കിൽ ആ സെക്രട്ടറി ശേഖരൻ यात्रा എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുള്ളതല്ലേ? അപ്പൊ തന്റെ സൗകര്യം കൂടെ നോക്കണ്ടേ? ആ ബ്ലൈൻഡ് സ്കൂളിലെ പ്രിൻസിപ്പൽ ഇല്ലേ, ആർക്കെ നായര്? അവർക്കൂടെ ഗുണമാവട്ടെ എന്ന് വെച്ചു. ആ തനിക്ക് അവിടെ ആ ജോലി സ്ഥിരമാക്കാൻ പ്രിൻസിപ്പൽ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായാലും अच्छा लिफ्ट ऑपरेटर है ये यहाँ पे। लिफ्ट ऑपरेटर है, बहुत सारे काम भी करता हो। നോവൻ മില്ലു സി യു ലവ് യു. प्रश्न समझा? എന്താ പ്രശ്നം? ഒരൊറ്റ ദിവസം അവൻ നേരത്തെ കാലത്തും പണിക്ക് വരില്ല. ഓരോ ദിവസം ഓരോ എക്സ്ക്യൂസാ. ഇന്നെന്താടാ നിന്റെ മടങ്ങും. വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യണം. വല്ലപ്പോഴും ഒരിക്കൽ ഇവനെ കൊണ്ടത് ക്ലീൻ ചെയ്യിക്കണം. ഈ ഓഫീസിൽ കൊടുത്താൽ മതി. सारे काम दिखता हो। പിടിപ്പത് പണിയല്ല ഇവിടെ. കിണ്ണാരം പറയാതെ വണ്ടി കഴിഞ്ഞിട്ട് സ്കൂളിൽ പെടാം. അവസാനത്തിലേക്ക് എത്തിക്കുന്ന യാത്രയാണ്. വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പുറമേ നിന്നാരെയും കൂടെ കൂട്ടാൻ പാടില്ല. ऐसे ऐसे किस काम से जा रहे? എന്നൊരു കാരണം എടുക്കുക. എന്നിട്ട് നീ ഒരു കാരണം എന്നോട് കാണിക്കും. ഇവിടെ ഈ ശ്രാങ്ക് ഭാസ്കറിന്റെ വീട് എവിടാന്നറിയാമോ? अच्छा जेल में हो। നേരെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഒരു പൈപ്പ് കാണാം. അതിന് നേരെ എതിർവശത്തുള്ള വീടാ. ये वाला ये जीप में कौन है? है? दिख तो नहीं रहा कोई उसमें। कोई था नहीं क्या उसमें? ഭാസ്കരൻ ये है भास्कर। ആ ആരാ? ऐसे कोई ले नहीं यार का। उसको कोई लेने क्यों नहीं आया? टीचर से जा रही है। वाह जीप कोई पीछा कर रहा है क्या? इसको मतलब महसूस तो हो गया। हाँ
या ये हो सकता है इसी के साथ हो वो बंदा जो जेब में घूम रहा है. നമ്മളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ സാർ? അല്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് पता तो है होगा इसे. ജയരാമ छुपा रहा है कुछ. ഞാൻ अच्छा इसे कुछ पता नहीं है. ഇല്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ സാർ ഇതുവരെ. എന്തിനാ അവളെ കൊണ്ട് എന്നെ രാമച്ച എന്ന് വിളിപ്പിക്കുന്നത്? അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം എന്തിനാ എന്നെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്നത്? പാടില്ലാത്തത് അറിയണ്ട, അല്ലെങ്കിൽ അറിയേണ്ടപ്പോൾ അറിയും. അങ്ങനെ ഒരു തോന്നൽ. തൻ്റെ ചിലതൊക്കെ തന്നോട് പറയാനുള്ള നേരമായി എന്നെനിക്ക് തോന്നുന്നു. अच्छा बताएंगे, झूठ क्यों बोलते हैं उससे? ഒരു കൊലപാതക കേസിൽ വാസുദേവൻ എന്നൊരു ചെറുപ്പക്കാരനെ എൻ്റെ മുമ്പിൽ കൊണ്ടു. ഒരപ്പമാഷയുടെ മകൻ. കേസിൻ്റെ വിധി എഴുതും മുമ്പ് അവൻ ചേംബറിൽ എന്നോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ നിലയിൽ തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. ശിക്ഷിച്ച് ഞാൻ ജീവപര്യന്തം. अच्छा 7 പേർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടോ എനിക്കൊന്ന് അവിടം വരെ പോകണമെന്ന് അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ഒരു വലിയ കുറ്റപ്പെടുത്തലിൻ്റെ ചൂണ്ടുവിരൽ എൻ്റെ നേരെ ചൂണ്ടി മനസ്സിനെ വല്ലാതെ ഉലച്ചു. ആ ഉലച്ചിൽ ഇന്നും മാറിയിട്ടില്ല. അപ്പോഴേക്കും അവ ശിക്ഷ കഴിഞ്ഞ് അവിടുന്ന് പോയിരുന്നു. അവിടെ വെച്ചാണ് അറിഞ്ഞത്. ഹോസ്പിറ്റലായിരുന്നു. ചികിത്സ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങിയ വാസു അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് हाँ जो स्टार्टिंग में दिखाया था ना. എനിക്ക് തോന്നി എൻ്റെ മനസാക്ഷിക്കുത്തിന് പ്രായശ്ചിത്തം കണ്ടു കിട്ടിയാൽ മതി. ഒരു വാക്ക് അവനോട് പറയാൻ അവസരം കിട്ടിയാൽ മതി. ആ അന്വേഷണമാണ് ഇപ്പോഴും. अच्छा उसी को ढूंढ रहा वो वासु को. वाह ये तो नहीं है. यही तो नहीं वासु कहीं जो जीप में उनको फॉलो कर रहा था. हाँ कोई देख रहा ऊपर से. किसी की डेड बॉडी हो. माय गॉड. ये कौन है? वही लड़का तो वही नहीं है. है जो देख रहा था हमने. ഹരി സർ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇല്ല സർ. പിന്നെ എന്തിനാണോ ഈ ബന്ധുക്കൾ ബഹളം വയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഇതെടുത്ത് ക്രൈംബ്രാഞ്ചിന്റെ തോളത്ത് വെക്കുന്നത്? ബട്ട് ജോർജ് സർ, ആ എഫ്ഐആറിന്റെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് किसने गिराया मतलब से? അയാളെ എടുത്ത് താഴേക്ക് തള്ളി ആളുടെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രഗിൾ ഉണ്ടായതിന്റെ ലക്ഷണം അവിടെ കാണണ്ടേ? അല്ല, ഗംഗയ്ക്ക് ഞാൻ അന്വേഷിച്ചിരുന്നൊരു കേസാണ്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ഇഷ്ടത്തിൽ. ജോർജിന് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. അടുത്തത്, മമ്പരം പള്ളിയിൽ പെരുന്നാളിന് പോയി മടങ്ങിയ DYSP അഹമ്മദും ഭാര്യയും. अलग अलग उसके ना जो ऑफिसर थे. ഇത് കണ്ടോ, പഴയ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്പ്യാർ ആലുവ പുഴയിൽ മുങ്ങി മരിച്ചു. ആ കേസ് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത്. अलग अलग लोगों की मौत की वो है ना केसेस. पर उनका इससे क्या मतलब है? യുഎസിൽ നിന്നും പഠിത്തം പൂർത്തിയാക്കിയ IT സ്റ്റുഡൻ്റാണ് വിജയകൃഷ്ണൻ. മരിച്ച നമ്പ്യാരുടെ ഒരേ ഒരു മകനാണ്. അയാൾ താമസിച്ചിരുന്ന നമുക്ക് തീർച്ചയല്ല. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞാണ് മകൻ്റെ മരണം. പക്ഷേ ഇവർക്ക് ഇമോഷണലിയോ ഫിനാൻഷ്യലിയോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നാണ്. എല്ലാ പേരും മരിച്ചിരിക്കുന്നത് അവരുടെ മുഴുവൻ കുടുംബത്തോടൊപ്പമാണ്. പിന്നെ മരിച്ച ആൾക്കാരുടെ എല്ലാം ചൂണ്ടുവിരൽ മുറിഞ്ഞു പോയിരുന്നു. कोई एक इंसान इन सबको मारा, मतलब इन सबको मारा शायद और अभी सही मारा है. തീയിലിട്ട് സാറേ, വെറുതെ പുലിവാലി പിടിക്കുന്നു. क्या देख रहे हैं? ഓ നിങ്ങളോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ബീരാനല്ല വീരൻ. എടാ നമ്മൾ ഒരേ പഠിച്ചവനല്ലേ അള്ളാന്നും
അതിനെന്തേ ഇന്നലെ രാത്രി ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നൊരു നെതല് കണ്ടോന്നൊരു സംശയം. कोई रहता नहीं रहा ഇതിന്റെ മുകളിലോ? ഓൾ 6 മണിയായ പോലെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നത്. നിങ്ങൾ ഇന്നും കൂടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് 11ാമത്തെ നിലയാണോ 6ാമത്തെ നിലയാണോ? ആളില്ലാതെ കിടക്കുക. ആകുമ്പോൾ പട്ടാളമേനെ വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെതിരെയുള്ള അമ്മാളും അമ്മാവിന് ഉള്ള ആളുകളെ ഞമ്മക്കറിയാനി. ഇപ്പൊ ഈ ബ്ലാറ്റ് വന്നപ്പോ ആൾക്കാരൊക്കെ അടിച്ചു കൂട്ടി അതിനകത്ത് ഇരിക്കുക. തൊട്ടടുത്തുള്ളത് ജാഫറാണോ? എന്താ കാര്യം? പ്രശ്നമുണ്ടോ? സർദാർജിയുടെ മകളെ കാണാനില്ല. ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞ 5 മണിക്ക് തോന്നിയാസം പറയാം. തോന്നിയാസല്ല രാമേട്ട. ഇമ്പളാ മേനോന്റെ ചെക്കല്ലേ ആ ഓനും ഇയാളെ മോളും കൂടി ഇമ്പളെ ഞാൻ ഒന്ന് പോയിക്ക് വരാൻ. ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലാരെങ്കിലും ഫോൺ ചെയ്ത് നോക്ക്. कुजिका ये बंदे बिल्कुल जी तुम सब मेरे साथ आइए. पर फ्लैट में तो चेक नहीं करेगा ये. फ्लैट में ही चेक करेगा ये. हाँ जो खाली था ना जहाँ उसने आवाज सुनी थी. जहाँ पर लाइट ऑन ऑफ हो रही थी ना. हाँ उससे भी यहाँ से आवाज सुनी थी ना. वादिल തുറക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. हाँ वही तो खोल दो जरा. वही तो सारे कहाँ जा रहे हो? लाइट क्यों नहीं खोल रहे? लाइट क्यों नहीं खोल रहा? ये देखो ये ये कौन है? ओह ये तो है उसकी बेटी. दोनों यही है. सबसे बड़ी कहाँ चलेगी എന്റെ മോൻ ആരെ കെട്ടണമെന്ന് അസോസിയേഷൻ. ഞാനൊരു തീരുമാനം പറയാം. കൃഷ്ണമൂർത്തി സാറേ, ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല.